പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ. വിനോദയാത്രയിൽ പല സീനുകളും എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ആ ഡാമിലോട്ട് ചാടുന്നതും അതുപോലെ തന്നെ കുറേ സീൻസൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഡാമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും വീഡിയോ കാണുക. അതുപോലെ പച്ച വിരിച്ച് നിൽക്കുന്ന ഇളം പാടങ്ങളുടെ നടുവിൽ ഇതുപോലെ നല്ല ഫ്രഷ് ഇളം കള്ളൊക്കെ അടിച്ച് നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആലപ്പുഴയിൽ പോകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാലക്കാട് തന്നെ വരണം. അപ്പോൾ വരാത്ത മച്ചന്മാരൊക്കെ നേരം പോര്. അപ്പോൾ ഇൻട്രോ ഒക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സ്ഥലം എത്തിക്കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണണമെങ്കിൽ നമ്മുടെ അവിടെ തന്നെ വരണം. നല്ല നാട്ടിൻപുറവും നാടൻ പ്രദേശവും എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തോട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ദൂരം വരും. അപ്പോൾ ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ മച്ചനെ നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പറയാം. ഈ ഒരു ബോർഡ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മൾക്കിവിടെ കാണാനും അറിയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുഞ്ഞുകുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ മുതിർന്ന കുട്ടികൾക്ക് അഡ്വഞ്ചർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഡാമിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. ഇത് നേരെ ഇവിടേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ വ്യൂ എന്ന് പറയുന്നത് ഒരു അന്യായ വ്യൂ ആണത്. കുറേ ദൂരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാനുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുറേ ദൂരം കൂടി അകത്തോട്ട് പോയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ബാഗ് ലഗേജൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളിവിടെ എവിടെയെങ്കിലും വെക്കാനുള്ള സൗകര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടന്ന് ക്ഷീണിക്കും. കുറേ നടക്കാനുണ്ട്. നമുക്ക് കുറച്ചധികം കാഴ്ചകൾ, നേച്ചർ എന്നുള്ള പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. ഈ കാണുന്നതാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമുക്കിവിടെ ബൈക്ക് നിർത്തിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. മച്ചാന ഒരു അന്യായ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പം നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പം വീഡിയോയിലൂടെ നല്ല രീതിയിൽ നമ്മൾ മാക്സിമം ആ വ്യൂ ഒപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഹലോ, എല്ലാ മച്ചന്മാർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പാലക്കാട് തന്നെയുള്ള വടക്കഞ്ചേരിക്ക് അടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. മംഗലം ഡാം എന്ന് പറയും. അപ്പോൾ ആ ഒരു ഡാമിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഡാമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മുടെ പാലക്കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പുറത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ സിനിമയായിട്ടുള്ള വിനോദയാത്രയിൽ പല സീനുകളും എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ആ ഡാമിലോട്ട് ചാടുന്നതും അതുപോലെ തന്നെ കുറേ സീൻസൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഡാമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗിഫ്റ്റ് വരച്ചിട്ട് കൊടുക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് അത് കാണുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേരും നിങ്ങളുടെ സ്ഥലവും മെൻഷൻ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോ നിങ്ങളുടെ ഒരു 5 ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ജനുവരി അല്ല, ഡിസംബർ ഒരു 4 ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വരച്ച് പോർട്രേറ്റ് വരച്ച് ഫ്രെയിം ചെയ്ത് നേരെ വീട്ടിലോട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ ആ വീഡിയോ ഷെയർ ചെയ്യുക. കാറ്റ് നല്ലതുപോലെ അടിക്കുന്നുണ്ട്. ഈ ഒരു മാസം തുടങ്ങി വൃശ്ചിക മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ കാറ്റടിച്ചു തുടങ്ങും. അപ്പോൾ ആ ഒരു ഓഡിയോയിൽ ചെറിയൊരു കാറ്റിൻ്റെ ഹരമ്പൽ കേൾക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക.
അപ്പോൾ ഇവിടെ ഇന്ന് സൺഡേ അല്ല, അതുകൊണ്ട് തന്നെ തിരക്കുറവാണ്. പക്ഷെ എന്നാലും ആൾ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മുമ്പ് അവിടെ പാർക്ക് ചെയ്തിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ, ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് അകത്തോട്ട് നടന്നിട്ട് കാണാവുന്നതാണ്. ഡാമിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല വെള്ളമുണ്ട്. പിന്നെ നല്ലൊരു പച്ചപ്പാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ. ഇപ്പോൾ സമയം ഞാൻ ഉച്ച ടൈമിലാണ് വന്നത്, പക്ഷേ നല്ലൊരു കൂളിംഗ് ആണ്. ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല ഭാഗത്തായിട്ട് ഇതുപോലെ വിശ്രമിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പലയിടത്തും കാണാം. അതുപോലെ തന്നെ കുടിവെള്ളം അതെല്ലാം ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രദേശമാണ്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 മണിയാകുമ്പോൾ പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയോടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. പിന്നെ നമുക്ക് മുമ്പിൽ നേരെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു സൂര്യൻ്റെ ലൈറ്റ് നല്ലപോലെ അടിച്ചിട്ട് മലയുടെ പല പ്രദേശങ്ങളും ഭാഗങ്ങളും നമുക്ക് നല്ല പച്ചപ്പായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാഴ്ച കാണാനായിട്ട്. ഈ മംഗളം ഡാമിലെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ പാലക്കാട്ടിലെ റെയറായിട്ടുള്ള 1-2 സ്ഥലങ്ങൾ ആരും അറിയാത്തത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് പോയിട്ട് കാണുക. ഒരു MGR സ്മാരകം, അതുപോലെ തന്നെ ബുദ്ധൻ്റെ ടെമ്പിൾ. അപ്പോൾ ആ 2 വീഡിയോയും പോയി കാണുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടെയാണ്. 5 ഷട്ടറിൻ്റെ ഇപ്പോൾ വെള്ളമൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അവർ ചെറിയ രീതിയിൽ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം നല്ലപോലെ പുറത്തോട്ട് പോകുന്നതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുന്ന്. അതും വെള്ളം പോകുന്നത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കേതായാലും നോക്കാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം താഴെ കൂടി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ രീതിയിലാണ് ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. പുറത്തോട്ട് വെള്ളം പോകുന്ന കാഴ്ചയാണിത്. 5 ഷട്ടറിൻ്റെയും ഭാഗത്ത് ഓരോരോ തട്ടായിട്ട് തിരിച്ചിട്ട് വളരെ മനോഹരമായിട്ട് അവർ ബിൽഡിംഗ് സെക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു ശില്പവും നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറിനകത്ത് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. 1-2 പേർ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനോദയാത്രയിൽ ദിലീപേട്ടനും ആ പയ്യനൊക്കെ ചാടിയ സ്ഥലം ഒരു പാർക്ക് അവർ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർക്ക്. ആളുകൾ കുറവായതുകൊണ്ടാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഇവിടെ വന്നതാണ്. പക്ഷേ അന്നത്തെ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിലും പക്ഷേ കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം ഇഷ്ടംപോലെ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ഗാർഡൻ നല്ലതുപോലെ സെറ്റ് ചെയ്യാം. വെള്ളത്തിൽ വേണമെങ്കിൽ ബോട്ട് സർവീസും കാര്യങ്ങളും വയ്ക്കാം. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ കൂടിയിട്ട് ഇനിയും ഇവിടെ ചെയ്യാനുണ്ടെന്ന് തോന്നി. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ടൂറിസം വകുപ്പ് നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിനോദസഞ്ചാര മേഖലയാക്കിയിട്ട് ഇതിനെ മാറ്റാമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ടിക്കറ്റൊന്നും വലുതായിട്ട് ഇല്ല. ഒരു 15 രൂപയാണ് ടിക്കറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ നടക്കാനുണ്ട്. ഡാമിൻ്റെ ചുറ്റും പറയാൻ ശരിക്കും കുറേ നടക്കാനുണ്ട്. വണ്ടിയൊക്കെ നമ്മളവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം കുറേ ദൂരം നടക്കണം. ഡാമിൽ ഒരുപാട് ദൂരമുണ്ട് നടക്കാനായിട്ട്. ലഗേജും കാര്യങ്ങളൊക്കെ വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അത് അവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഊപ്പാട് ഇളകി പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞിട്ട് എനേബിൾ ആകണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് പകുതിയാകുമ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. മുമ്പ് പറഞ്ഞ 2 വീഡിയോസ് നിങ്ങളുമായിട്ട് കാണുക. ഒരു MJRൻ്റെ ഹൗസും അതുപോലെ തന്നെ ഒരു ബുദ്ധ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പോർട്രേറ്റ് ഗിഫ്റ്റ് വേണ്ടവർ നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്ഥലവും കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ അതിനൊപ്പം ആ വീഡിയോയും അതിൻ്റെ ലിങ്കിലുള്ള വീഡിയോയും ഒരു 5 പേർക്ക് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ December 4 തിരഞ്ഞെടുത്ത ഒരാൾക്ക് നമ്മൾ വരച്ച് ഫ്രെയിം ചെയ്ത് ഹോം ഡെലിവറി ഫ്രീ ആയിട്ട്, ഹോം ഡെലിവറി മാത്രമല്ല ഫ്രീ, മൊത്തം ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. മറക്കാണ്ട് ആ വീഡിയോ പോയിട്ട് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഡാമിൽ നിന്ന് നമ്മൾ നേരെ ആലത്തൂരേക്ക് വരാൻ വേണ്ടി ഷോട്ട് പിടിച്ച് മുടപ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആലത്തൂർ ഹൈവേയിലെത്തി. അപ്പോൾ ഏതായാലും ഒരു ചായ അടിച്ചിട്ട് പോകാം. വടക്കഞ്ചേരി നിന്ന് ആലത്തൂരേക്ക് പോകുമ്പോൾ നമ്മുടെ ഇരട്ടക്കുളം ചീകോട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു പ്ലേസാണിത്.